ഇൻഫോസ്ഫിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം കാണിച്ചു കൊടുക്കുന്നത് ആധാർ കാർഡാണ്. സത്യം പറഞ്ഞാൽ ആധാർ കാർഡ് ഇല്ലാതെ ഇന്ത്യയിൽ നിന്ന് ഒരു കാര്യവും നടക്കില്ലെന്ന അവസ്ഥയിലാണിപ്പോൾ. പക്ഷേ ഇതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പലരും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജനന തീയതി തെളിയിക്കാനുള്ള ഒരു രേഖയായി ഇനി മുതൽ ആധാർ കാർഡ് ഉപയോഗിക്കാൻ കഴിയില്ല. കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നാമെങ്കിലും ഇത് വലിയൊരു മാറ്റം തന്നെയാണ്. എന്തിനാണ് സർക്കാർ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്? സാധാരണക്കാരെ ഇതെങ്ങനെ ബാധിക്കുമെന്നൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നിങ്ങൾക്കൊരു ബാങ്ക് ഇടപാടിനോ പാസ്പോർട്ട് എടുക്കാനോ അല്ലെങ്കിൽ പുതുക്കാനോ ഇൻഷുറൻസ് പോളിസി എടുക്കാനോ അങ്ങനെ എന്ത് ചെറുതും വലുതുമായ ആവശ്യത്തിനും നമ്മൾ ആധാറാണ് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫായി വെക്കുന്നത്. ഇനി അത് അംഗീകരിക്കില്ല എന്ന് ആധാർ അതോറിറ്റി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ആധാർ എന്നത് ഒരു തിരിച്ചറിയൽ രേഖയാണ്. അതായത് നിങ്ങൾ ഇന്ന ആളാണ് എന്ന് തെളിയിക്കുന്ന ഒരു ഒറ്റ ഐഡൻറ്റിറ്റി. ഒരാളുടെ ജനന തീയതി കൃത്യമായി സാക്ഷ്യപ്പെടുത്താനുള്ള രേഖയല്ല. ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. നമ്മൾ പണ്ട് ആധാർ എടുത്തപ്പോൾ കൊടുത്ത ജനന തീയതി എങ്ങനെയാണ് അതിൽ വന്നതെന്ന് ഓർക്കുന്നുണ്ടോ? പലപ്പോഴും മറ്റ് രേഖകളില്ലാത്തവർ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ തെറ്റുകൾ വരാൻ സാധ്യതയേറെയാണ്. ഇത് ആധാർ കാർഡിൻ്റെ മുകളിൽ തന്നെ ഒരു വാചകം എഴുതി വെച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആധാർ എന്നത് ഒരു തിരിച്ചറിയൽ രേഖ മാത്രമാണ്, പൗരത്വത്തിനോ ജനന തീയതി തെളിയിക്കാനോ ഉള്ള രേഖയല്ല എന്നവിടെ കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ അതായത് EPFO പോലും ഈ മാറ്റം ഇപ്പോൾ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ PF രേഖകളിൽ നിങ്ങളുടെ ജനന തീയതി തിരുത്തണമെങ്കിൽ ഇനി ആധാർ നൽകിയിട്ട് കാര്യമില്ല. ഇത് 10% ആളുകൾക്ക് പോലും ഇതിൻ്റെ ഗൗരവം ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് സത്യം. നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ആധാർ ഇനി 2ാം നിരയിലേക്ക് മാറ്റപ്പെടുകയാണ്. അതായത് ഒരു ഹോം ലോൺ എടുക്കാൻ ബാങ്കിൽ ചെല്ലുകയാണെങ്കിൽ അവർ നിങ്ങളുടെ പ്രായം നോക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ ലോൺ കാലാവധി നിശ്ചയിക്കുന്നത് പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ തെറ്റായ ജനന തീയതി നൽകിയാൽ അത് വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾക്ക് കാരണമാവും. അതുകൊണ്ടാണ് സർക്കാർ പറയുന്നത് ജനന തീയതി തെളിയിക്കാൻ ബർത്ത് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റോ ആവശ്യമാണ്. ഈ മാറ്റം നല്ലത് തന്നെയാണ്. വിവരങ്ങളുടെ സുരക്ഷിതത്വവും കൃത്യതയും ഒക്കെ ഉറപ്പുവരുത്താൻ ഇത് സഹായിക്കും. ഇനി എന്ത് ഔദ്യോഗിക ആവശ്യത്തിന് പോകുമ്പോഴും പാൻ കാർഡോ അല്ലെങ്കിൽ പാസ്പോർട്ടോ ബർത്ത് സർട്ടിഫിക്കറ്റോ കയ്യിൽ കരുതണം. ആധാർ മാത്രം വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചാൽ നിങ്ങളുടെ ആവശ്യം നടക്കാതെ തിരിച്ചു പോരേണ്ടി വരും. ഇത് വെറുമൊരു സാങ്കേതിക മാറ്റമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ പലർക്കും വരുന്ന ഒരു സംശയമാണ്, അപ്പോൾ പിന്നെ ആധാർ എന്തിനാണെന്ന്. ആധാർ നിങ്ങളുടെ ഡിജിറ്റൽ ഐഡൻറ്റിറ്റി ആയാണ് ഉപയോഗിക്കുന്നത്. ബയോമെട്രിക് വിവരങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരാൾക്ക് പകരം മറ്റൊരാൾക്ക് ആധാർ ഉപയോഗിക്കാൻ കഴിയില്ല. ഡിജിറ്റൽ ഇന്ത്യയുടെ കാലത്ത് ഡാറ്റയുടെ കൃത്യത വളരെ പ്രധാനമാണെന്ന് എല്ലാവരും ഓർത്തിരിക്കുക.